പ്രചരണ രംഗത്ത് കണ്ട ആവേശവും വാശിയും മുഴുവൻ പ്രതിഫലിക്കുന്നതായിരുന്നു എറണാകുളം മണ്ഡലത്തിലെ കൊട്ടിക്കലാശം. 3 മുന്നണി സ്ഥാനാർത്ഥികൾ നഗരത്തിലെ 3 പ്രവർത്തകർ ഒരുക്കിയ കലാശക്കൊട്ടിൽ പങ്കാളികളായി. പ്രചരണത്തിലുടനീളം പുലർത്തിയ ആധിപത്യം കലാശക്കൊട്ടിലും ഇടത് പ്രവർത്തകർ നിലനിർത്തി. സാലി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉടനീളം കണ്ട ആവേശവും വാശിയും പ്രതിഫലിക്കുന്നത് തന്നെയായിരുന്നു എറണാകുളം മണ്ഡലത്തിലെ കൊട്ടിക്കലാശം. എറണാകുളം മണ്ഡലത്തിലെ കൊട്ടിക്കലാശത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് 3 മുന്നണികൾക്കും വെവ്വേറെ സ്ഥലങ്ങൾ നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി ജില്ലാ ഭരണകൂടം ക്രമീകരിച്ച് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ 3 കൂട്ടരും ഒരിടത്ത് ക്രമീകരിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഏതായാലും അത്തരം ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും സമാധാനപരമായിരുന്നു. യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടായില്ല. ആവേശകരമായിരുന്നു കൊട്ടിക്കലാശം എന്ന് തന്നെ പറയാം. ഇടത് സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ രാവിലെ തന്നെ ഒരു മെഗാ റോഡ് ഷോയോടുകൂടിയാണ് ഈ കലാശക്കൊട്ട് ദിവസം സമ്പന്നമാക്കിയതെന്ന് പറയാം. മണ്ഡലത്തിലുടനീളം വാഹനത്തിൽ അതിവേഗതയിൽ റോഡ് ഷോ നടത്തി വൈകുന്നേരം 4:30 പാലാരിവട്ടം ജംഗ്ഷനിലെത്തുകയായിരുന്നു. പാലാരിവട്ടം ജംഗ്ഷനിൽ സ്ഥാനാർത്ഥി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇടതു പ്രവർത്തകർ നഗരം കൈയടക്കിയിരുന്നു. വലിയ ആവേശത്തോടെ അവർ സ്ഥാനാർത്ഥിയെ വരവേറ്റു. നൃത്തച്ചുവടുകൾ, മുദ്രാവാക്യങ്ങൾ, ആവേശകരമായ മുദ്രാവാക്യം വിളികളൊക്കെ അവിടെ ഉയർന്നു കേട്ടു. ഏതായാലും ഇടത് ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൻ്റെ ഒരു ആനുകൂല്യമടക്കം ഇടത് ക്യാമ്പിനുണ്ടായിരുന്നു. പ്രചരണ രംഗത്തുടനീളം മുന്നിലായിരുന്നു. പൊതുവിൽ UDFൻ്റെ ഒരു മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്ന എറണാകുളത്ത് പ്രചരണത്തിലുടനീളം പുലർത്തിയ ആധിപത്യം ഇന്ന് കൊട്ടിക്കലാശത്തിലും തന്നെ പ്രകടമായി. UDFൻ്റെ കലാശക്കൊട്ട് നടത്തിയത് ടൗൺ ഹാളിനും പരിസരത്തുമായിരുന്നു. മണപ്പാട്ടിപ്പറമ്പിൽ നിന്നും പ്രകടനമായി ഉച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി ഹൈബി ഈഡനും കൂട്ടരും ഈ നഗരസഭയുടെ വക ടൗൺ ഹാളിന് മുന്നിലെത്തി. അവിടെ എത്തി കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയായിരുന്നു. പ്രവർത്തകരും ആവേശത്തിൽ തന്നെയായിരുന്നു. NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ കൊട്ടിക്കലാശം മാധവ ഫാർമസി ജംഗ്ഷനിലായിരുന്നു. റോഡ് ഷോ NDAയുടേതായി ഉണ്ടായിരുന്നില്ല. ഏതായാലും എറണാകുളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ആവേശകരമായ ഒരു കൊട്ടിക്കലാശത്തിൽ തന്നെയാണ് നഗരം സാക്ഷ്യം വഹിച്ചത് എന്ന് പറയാം. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ക്രമസമാധാന പ്രശ്നങ്ങളോ ഉണ്ടായില്ല. ഏതായാലും ആവേശകരമായി തന്നെ കലാശക്കൊട്ട് പൂർത്തിയായി എന്ന് തന്നെ പറയാം. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.